ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയായിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് മുഴുവൻ വിദ്യാർത്ഥികളും, അതായത് അപേക്ഷ സമർപ്പിച്ച എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുക. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിലവിൽ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കാത്ത വിദ്യാർത്ഥികൾ ഒഫീഷ്യൽ വെബ്സൈറ്റായിട്ടുള്ള admission.uoc.ac.in എന്നുള്ള നിങ്ങൾ നേരത്തെ ഓൺലൈൻ അപേക്ഷ കൊടുത്ത ഈ ഒരു വെബ്സൈറ്റിൽ വന്നതിന് ശേഷം വിദ്യാർത്ഥികൾ ജസ്റ്റ് താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ FYUGP നിങ്ങൾ നേരത്തെ അപേക്ഷ കൊടുത്ത പേജ് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് ക്ലിക്ക് ഹിയർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിലോട്ട് പോകുവാനും വിദ്യാർത്ഥികൾ ജസ്റ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കുവാനും സാധിക്കുന്നതാണ്. അതിനായിട്ട് ജസ്റ്റ് ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് അടുത്ത പേജിൽ നിങ്ങൾക്കിവിടെ ഇങ്ങനെയുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം, എൻ്റർ യുവർ CAP ID-യും അതേപോലെ തന്നെ സെക്യൂരിറ്റിക്കും. അപ്പോൾ നിങ്ങൾ നേരത്തെ ഓൺലൈൻ അപേക്ഷ കൊടുത്ത സമയത്തുള്ള CAP ID-യും അതേപോലെ സെക്യൂരിറ്റിക്കും ശ്രദ്ധിക്കുക. CAP ID-യും സെക്യൂരിറ്റിക്കുമാണ് നിങ്ങൾ അപേക്ഷയുടെ എല്ലാ ഘട്ടങ്ങളും ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നിർബന്ധമായിട്ടും അത് നിങ്ങളോട് സേവ് ചെയ്ത് നോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു CAP ID അതിന് അഥവാ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഇമെയിലും അതേപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിലും അപേക്ഷ സമർപ്പിച്ച സമയത്ത് വന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നോക്കിയിട്ട് CAP ID-യും സെക്യൂരിറ്റി കോഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇപ്പോൾ പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ്. ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞവരിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ വിദ്യാർത്ഥികൾ ഏകദേശം ഒരു അഡ്മിഷൻ സാധ്യത മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഓപ്ഷൻ മാത്രമാണ്. കാരണം ട്രയൽ അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഒരുപക്ഷെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ച കോളേജ് മാറുവാനും അതേപോലെ ഒരുപക്ഷെ ഇപ്പോൾ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരുപക്ഷെ കിട്ടാതിരിക്കുവാൻ ചാൻസ് ഉണ്ട്. കൂടാതെ ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങൾ ഒരിക്കലും അലോട്ട്മെൻറ്റിൻ്റെ മെയിൻ ഘടകമായിട്ട് കാണരുത്. അതായത് ഇതിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുവാനുള്ള ഓപ്ഷനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ജൂൺ 17 വൈകിട്ട് 5 മണി വരെ നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ പ്രൊഫൈലിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ മാറ്റം വരുത്തുവാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ നെയിമും മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് ജൂൺ 17-ാം തീയതി വരെ ലോഗിൻ ചെയ്തുകൊണ്ട് ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് എഡിറ്റ് ഓർ അൺലോക്ക് എന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആവശ്യമായിട്ടുള്ള എല്ലാ മാറ്റങ്ങളും വരുത്തുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പക്ഷേ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥിയാണെങ്കിൽ ആ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥി ആദ്യത്തെ ഓപ്ഷൻസ് കൊടുത്തത് ഇൻഡെക്സ് മാർക്കിൽ ഏറ്റവും പിന്നിലാണെങ്കിൽ, ചാൻസ് വളരെ കുറവാണെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ലാസ്റ്റ് കൊടുത്ത കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ സാധ്യത ഇൻഡെക്സ് മാർക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലെ കോളേജുകൾ ഏറ്റവും മുകളിലാക്കി കൊടുക്കുവാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, അതാണ് മെയിനായിട്ട് ഈ ഒരു എഡിറ്റ് ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയല്ല, നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോളേജ് കോഴ്സാണ് ഏറ്റവും മുകളിൽ എല്ലാ ഓപ്ഷൻസ് കൊടുത്തതെങ്കിൽ അവിടെ കിട്ടിയാൽ മാത്രമാണ് നിങ്ങൾ പഠിക്കുകയുള്ളൂ, അങ്ങനെയുള്ള നിലപാടാണെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ തീർച്ചയായിട്ടും അടുത്ത മെയിൻ മുഖ്യ അലോട്ട്മെൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ആവശ്യമാണെങ്കിൽ മാത്രം എഡിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾ എഡിറ്റ് ഓപ്ഷൻസ് വഴി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പായിട്ടുള്ള ഫൈനലൈസ് എല്ലാം ചെയ്തതിന് ശേഷമുള്ള വെരിഫിക്കേഷൻ ഒന്നുകൂടി ചെയ്തതിന് ശേഷമുള്ള ആ ഒരു ഫൈനൽ PDF നിർബന്ധമായിട്ട് നിങ്ങൾ എടുത്തു വെക്കണം. കാരണം പ്രൊഫൈൽ എഡിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും ഫൈനൽ PDF ഒന്നുകിൽ PDF പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ PDF നിങ്ങൾ മൊബൈൽ ഫോൺ നിർബന്ധമായിട്ടും സേവ് ചെയ്ത് വെക്കണം. അത്തരത്തിൽ ഏതെങ്കിലും വിദ്യാർത്ഥി എഡിറ്റ് ചെയ്തതിന് ശേഷം ഫൈനൽ PDF അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവിടെ അഡ്മിഷൻ തന്നെ അത് ബാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് മൊബൈൽ ഫോണിൽ തന്നെ ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഒന്നുമില്ല, നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി ചെക്ക് ചെയ്ത് എല്ലാം ഫൈനൽ വെരിഫിക്കേഷൻ ചെയ്ത് ഫൈനലി നിങ്ങൾ എന്താക്കുക, പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ PDF മൊബൈൽ ഫോണിൽ സേവ് ചെയ്ത് വെക്കുക. പിന്നീട് അഡ്മിഷൻ സമയത്ത് നിങ്ങൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഹാജരാക്കിയാൽ മതി. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എഡിറ്റ് ഓപ്ഷൻസ് ഉപയോഗപ്പെടുത്തിയ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അത് ഫൈനലി വെരിഫൈ ചെയ്തതിന് ശേഷം പ്രിൻ്റ് ഔട്ട് അല്ലെങ്കിൽ PDF എടുത്ത് വെക്കാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുക. കാരണം അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട്, നിങ്ങൾ അഡ്മിഷൻ തന്നെ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റ് നിങ്ങൾ പുറത്താവുകയും പിന്നീട് നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും കോളേജിൽ പഠിക്കണമെങ്കിൽ എല്ലാ അലോട്ട്മെൻറ്റും കഴിഞ്ഞതിന് ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സമയത്ത് സ്പെഷ്യൽ വിദ്യാർത്ഥികൾക്ക്, അതായത് നേരത്തെ ഇപ്പോൾ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്, അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് കൂടി അഡ്മിഷൻ ലഭിക്കുന്ന രീതിയിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്
വിളിക്കും. ആ സമയത്ത് മാത്രമാണ് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് വിദ്യാർത്ഥികൾ ഫൈനൽ വെരിഫിക്കേഷൻ ചെയ്യാത്തവർക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുള്ളൂ. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ. അതേപോലെ സേ പരീക്ഷ എഴുതിയിട്ട് പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് കൂടി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമൊക്കെ ഉണ്ടാവും. അത് ആ സമയത്ത് വിദ്യാർത്ഥികളെ കൃത്യമായിട്ട് അറിയിക്കാം. ഇനി അതുപോലെ എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ കൊടുത്ത മാർക്ക് വളരെ കൃത്യമാണ്. നിങ്ങളുടെ +2 മാർക്ക് എല്ലാം കൊടുത്തത് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. NSS, NCC, SPC, ആർട്സ്, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ് തുടങ്ങിയ വെയിറ്റേജ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും നിങ്ങളുടെ കൈവശം ഉള്ള വിദ്യാർത്ഥികൾ മാത്രമാണത് കൊടുത്തതെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ കൈവശം ഇല്ലാത്ത ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് നിങ്ങൾ ടിക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇപ്പോൾ നിങ്ങൾ എഡിറ്റ് ചെയ്ത് അത് അൺടിക്ക് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, EWS കാറ്റഗറി ഉള്ളവർ, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ ഓരോ സംവരണ വിഭാഗത്തിലുള്ളവർക്കും അവരുടെ കൈവശം ഈ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെന്ന് നിർബന്ധമായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ നിങ്ങളത് എഡിറ്റ് ചെയ്ത് മാറ്റേണ്ടതാണ്. ഇനി നേരത്തെ ചെയ്യാത്തവർക്ക് ഇപ്പോൾ എഡിറ്റ് ഓപ്ഷൻസ് വഴി അത് വീണ്ടും ടിക്ക് ചെയ്ത് ആഡ് ചെയ്യുവാൻ സാധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അലോട്ട്മെൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് ജൂൺ 17 ശേഷം നിങ്ങൾക്ക് 20-നുള്ളിൽ തന്നെ ഒരുപക്ഷേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട അലോട്ട്മെൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന കൃത്യസമയത്ത് പരമാവധി വേഗത്തിൽ വിദ്യാർത്ഥികളെ ഈ ചാനൽ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾ പ്രധാനപ്പെട്ട അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഏത് കോളേജിലായിക്കോട്ടെ, നിങ്ങൾ കൊടുത്തത് 20 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ 19ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ മാൻഡേറ്ററി ഫീ, അതായത് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ അപേക്ഷ ഫീ ആയിട്ട് അടയ്ക്കേണ്ട എമൗണ്ട് മാൻഡേറ്ററി ഫീ ആണ് പറയുക. ആ മാൻഡേറ്ററി ഫീ നിർബന്ധമായിട്ടും അടച്ചിരിക്കണം. ഇനിയും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ താല്പര്യമില്ലാത്ത കോളേജ് അല്ലെങ്കിൽ കോഴ്സാണ് ലഭിച്ചതെങ്കിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് മാൻഡേറ്ററി ഫീ അടക്കണം. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾ ടെമ്പററി ആയിട്ടുള്ള അഡ്മിഷൻ, പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ തുടങ്ങിയ ഓപ്ഷൻസൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ മീൻസ് വിദ്യാർത്ഥികൾക്ക് താൽക്കാലികമായിട്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. അത്തരത്തിൽ വിദ്യാർത്ഥികൾ ജസ്റ്റ് മാൻഡേറ്ററി ഫീ എടുത്തുകൊണ്ട് വെയിറ്റ് ചെയ്യുക. ഇനി അതേപോലെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വിദ്യാർത്ഥികൾക്ക് കൊണ്ട് ചെയ്യുന്നതായിരിക്കും. അതേപോലെ അലോട്ട്മെൻറ്റ് മെമ്മോ ഒക്കെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഏത് ഘട്ടത്തിലാണ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സമയത്ത് വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നൽകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ വേറെ കാര്യങ്ങളൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. ജസ്റ്റ് ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്നു. നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ ഏകദേശം നിങ്ങളുടെ അഡ്മിഷൻ സാധ്യതകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചില്ലെങ്കിൽ ഒരിക്കലും നിരാശപ്പെടേണ്ട. കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മെയിൻ അലോട്ട്മെൻറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഉണ്ട്, തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ട്, സപ്ലിമെൻ്ററി ഒരുപാട് അലോട്ട്മെൻറ്റുകളുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് എഡിറ്റ് ഓപ്ഷൻസ് വഴി മാറ്റങ്ങൾ വരുത്തുക. വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് പരിശോധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ചോദിക്കുക. പരമാവധി നിങ്ങൾക്കുള്ള സംശയങ്ങൾ വെച്ച് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ എന്തായാലും എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ഡിഗ്രി ഉൾപ്പെടെയുള്ള മുഴുവൻ കോഴ്സുകളുടെയും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കൃത്യമായിട്ട് ലഭിക്കുവാൻ വേണ്ടി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാനും പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് രശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.